ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പൂവും പൂച്ചെടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പൂന്തോട്ടത്തിലെ പൂച്ചെടികളാണല്ലേ. എന്നാൽ നിങ്ങൾക്ക് തെറ്റിയിട്ടോ, ഇതെൻ്റെ അമ്മേൻ്റെ പൂന്തോട്ടത്തിലെ പൂച്ചെടികളാണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മേൻ്റെ പൂച്ചെടികളൊക്കെ നിറയെ പൂവിട്ടിരിക്കുകയാണ്. സത്യം പറയാലോ, എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം കൊതിച്ചാൽ പോരല്ലോ, നിങ്ങളും കൂടെ കുറച്ച് കൊതിക്കട്ടെ എന്ന് വിചാരിച്ചേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ അമ്മയുടെ ഒരു ഹോം ഗാർഡൻ ടൂർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കേ. അപ്പോൾ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല മഴയുടെ ടൈമൊക്കെ ആയത് കാരണം പൂച്ചെടികളിലൊക്കെ കാര്യമായിട്ട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്നില്ലേ. അപ്പോൾ അന്ന് കാര്യമായിട്ട് ഇലച്ചെടികളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്നു. പൂച്ചെടികളിലൊന്നും അധികം കാര്യമായിട്ടുള്ള പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വന്നപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിരിക്കുന്ന സമയം അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്തതാട്ടോ. ഈ ഒരു ഓർക്കിഡ് റോസ് ഒരു 2 വർഷം മുന്നേ അമ്മ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ എപ്പോഴും 1-2 കുല പൂക്കൾ ഇതിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ ഒരു ചെടി വാങ്ങാത്ത, പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് റോസ്. നല്ലപോലെ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം നിൽക്കും. അതുപോലെ തന്നെ നല്ലപോലെ പൂക്കളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു ഓർക്കിഡ് റോസ്. അതുപോലെ തന്നെ അമ്മയുടെ പൂന്തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാട്ടോ തെച്ചി പല കളറിലുള്ളത് അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. അമ്മയ്ക്ക് തെച്ചിനോടൊരു വല്ലാത്ത ഇഷ്ടം. എവിടെ ചെന്നാലും അമ്മയുടെ കയ്യിലില്ലാത്ത കളറ് തെച്ചിയാണെങ്കിൽ അമ്മ അവിടെ നിന്ന് ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് എപ്പോഴും വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, അമ്മ തെച്ചി കൂടുതലും നിലത്ത് നേരിട്ടാണ് വെക്കാറ് കേട്ടോ. ചട്ടിയിൽ നമ്മൾ തെച്ചി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികം ഹൈറ്റിൽ പോവില്ലെങ്കിലും പൂക്കളുടെ എണ്ണം അതിൽ കുറവായിരിക്കും കേട്ടോ. അതേസമയം നമ്മൾ നേരിട്ട് നിലത്ത് വെക്കുക, മണ്ണിൽ വെക്കുക വെച്ചാൽ അധിക വളപ്രയോഗം ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു കെയറും കൊടുത്തില്ലെങ്കിലും ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും തെച്ചി ഒരുപാട് വാങ്ങി വീട്ടിൽ അവിടെയും വെടിക്കായിട്ട് വെക്കാറുണ്ട്. കൂടുതലും നിലത്ത് നേരിട്ടാണ് അമ്മ വെക്കാറ് കേട്ടോ. അപ്പം അതും അമ്മയുടെ പിന്നെ തെച്ചിയിലൊക്കെ പൂക്കളുടെ കൊലയുടെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ, പൂക്കൊലയുടെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു നോക്കും. അത്രയ്ക്കും വലിപ്പമുള്ള പൂക്കളൊക്കെ അതിൽ ഉണ്ടാവാറുള്ളത്. പറയുമ്പോൾ അമ്മ അങ്ങനെ വലിയ കാര്യമായിട്ട് നിലത്ത് വെക്കുന്ന ചെടികൾക്കൊന്നും അങ്ങനെ വളപ്രയോഗമൊന്നും നടത്താറില്ല കേട്ടോ. പക്ഷെ എപ്പോഴും അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ തവണ അമ്മയുടെ ഗാർഡൻ ടൂർ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് പേര് അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അമ്മ ചെടികൾക്കൊക്കെ എന്ത് വള കൊടുക്കാറ് എന്നുള്ളത്. സത്യം പറയാലോ, അങ്ങനെ ഒരു സീക്രട്ട് വളമൊന്നുമില്ല കേട്ടോ. അമ്മ ആകെ കൂടെ ചേർക്കുന്നത് ചെടി മണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് അടിവളായിട്ട് ചാണകപ്പൊടി, നല്ല പൊടിഞ്ഞ ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കും. അത് കയ്യിലില്ല വെച്ചാൽ അമ്മ നല്ല പൊടിഞ്ഞ ആട്ടുംകാഷ്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എപ്പോഴും അമ്മ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 വളമാണ് അമ്മ അടിവളായിട്ട് ചേർക്കുന്നത്. അതേപോലെ തന്നെ അമ്മ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വളമുണ്ട്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വളമായിരിക്കും. അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, അതായത് ചോറ് അങ്ങനത്തെ വേസ്റ്റ് ഒന്നല്ലേ, നമ്മൾ പച്ചക്കറി അരിഞ്ഞ് കിട്ടുന്ന വേസ്റ്റ്, ഉള്ളിത്തൊലി, മുട്ടയുടെ തൊണ്ട്, അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല അടിയിൽ നല്ല ഓട്ടയുള്ള ഒരു ബക്കറ്റിൽ അമ്മ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ആ ബക്കറ്റിൻ്റെ അടിയിലായിട്ട് വീണ്ടും ഒരു ബക്കറ്റ് വെക്കുക. എന്നിട്ട് ഈ പച്ചക്കറി വേസ്റ്റൊക്കെ അഴുകി അതിന്ന് വരുന്ന ഒരു സ്ലറി ഉണ്ടാവില്ല, ഒരു നീരുണ്ടാവുമല്ലോ, അത് ഈ പിന്നെ സുഷിരങ്ങൾ വഴി അടിയിലെ ബക്കറ്റിലേക്ക് കളക്ട് ആവും. ഈ കളക്ട് ആവുന്ന ഈ ഒരു സ്ലറി അമ്മ ആഴ്ചയിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് പൂച്ചെടികൾക്ക് മാത്രം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വളപ്രയോഗം കൊണ്ട്, ആ ഒരു വളം ഒഴിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പൂച്ചെടികളിലൊക്കെ അധികം പൂക്കൾ ഉണ്ടാവുന്നതെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അങ്ങനെ ഇടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കൂടുതലും ഈ പഴത്തൊലി, അതുപോലെ മുട്ടയുടെ തോട്, പിന്നെ എന്താണ് ഉള്ളിത്തൊണ്ട്, അങ്ങനത്തെയൊക്കെ കൂടുതലും പഴത്തൊലി എന്ന് വേണം പറയാൻ. നമ്മുടെ വീട്ടിൽ തീരുമ്പോൾ വാങ്ങിക്കുന്ന ഒന്നാണ് ഈ നേന്ത്രപ്പഴം കേട്ടോ. പിന്നെ മാത്രമല്ല അച്ഛന് വാഴത്തോട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഈ വാഴയിൽ നിന്ന് കേടാവുന്ന പിന്നെ പഴവും, അതുപോലെ തന്നെ എന്താ നമ്മൾ കഴിക്കാണ്ട് അവസാനം ചീഞ്ഞു പോകുന്ന പഴമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അമ്മ ഈ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കും. അപ്പോൾ അതങ്ങനെ അഴുകി ആ വരുന്ന വെള്ളം അമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, അതുപോലെ ഒഴിച്ചും കൊടുക്കാറുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴത്തൊലിയൊക്കെ കൂടുതൽ ഇടുന്നതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ്റെ കണ്ടൻറ്റാണ് കൂടുതലുള്ളത്. നൈട്രജൻ്റെ
കണ്ടന്റ് കൂടുമ്പം ചെടികളിലൊക്കെ നന്നായിട്ട് ഇലകളും തണ്ടുകളും ശിഖരങ്ങളൊക്കെ വരുന്നല്ലാണ്ട് പൂക്കളുടെ എണ്ണം കുറവായിരിക്കും. കാരണം അതിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് വളരെ കുറവാണ്. അതേസമയം ഇത്തരത്തിലുള്ള സ്ലറികൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളില്ലേ, അതും ഇതിലൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് തോന്നുന്നു എനിക്ക് കൂടുതൽ അമ്മയുടെ ചെടികളിലൊക്കെ പൂക്കൾ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ അത് പിന്നെ വേറെ വേറെ അഡീഷണലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓർക്കിഡുകൾക്ക് 19-19-19 എന്ന് പറഞ്ഞിട്ടുള്ള ബാലൻസ്ഡ് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വളമുണ്ട്. അതമ്മ 7 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഓർക്കിഡിന് ഒഴിച്ചു കൊടുത്ത് ബാക്കി ഉണ്ടാവുന്ന വെള്ളം ഉണ്ടാവല്ലോ, ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അതും അമ്മ ഈ പൂച്ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതല്ലാണ്ട് ഈ 3 വളങ്ങളല്ലാണ്ട് അമ്മ വേറെ ഒന്നും തന്നെ അമ്മേൻ്റെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാറില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ ഇതൊക്കെ ഒഴിക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവില്ലായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശമാണ്. നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നന്നായിട്ട് വെയിൽ കൊള്ളും. നല്ല പോലെ വെയിൽ കിട്ടിയാൽ തന്നെ പൂച്ചെടികൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ നല്ല തണലുള്ള ഏരിയ ആണ് നിങ്ങളുടെ മുറ്റം, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുകൊണ്ട് ഒരു കാര്യമില്ല, പൂക്കൾ ഉണ്ടാവില്ല. നല്ല പോലെ വെയിൽ കൊണ്ടാൽ മാത്രമേ നല്ല പോലെ പൂക്കളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മുറ്റത്ത് നല്ല വെയിൽ കിട്ടാത്ത ഒരാളാണെങ്കിൽ വെറുതെ പൂച്ചെടികളിൽ ഒരുപാട് കാശ് മുടക്കാണ്ട് ഇലച്ചെടികൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അഗ്ലോണിമ, കലാത്തിയ, പിന്നെ കലാഡി എന്നൊക്കെ ഒരുപാട് ഇലച്ചെടി വെറൈറ്റികൾ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ മുറ്റത്ത് വെക്കുക. നിങ്ങളുടെ മുറ്റത്ത് അധികം വെയിൽ കിട്ടാത്ത ഏരിയ ആണെങ്കിൽ. ഇപ്പം ഈ പറയുന്ന എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും മുറ്റത്തേക്ക് വെയിൽ നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അവിടെ പൂച്ചെടികളൊന്നും, അമ്മയ്ക്ക് പൂച്ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്ന പോലെ എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഞാനതിൽ എനിക്കറിയാം അവിടെ തണലുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് അവിടെ പൂക്കളൊക്കെ അധികം ഉണ്ടാവാത്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെയിലൊക്കെ കിട്ടാത്ത ഏരിയ ആണെങ്കിൽ അധികം കാശൊന്നും പൂച്ചെടികളിൽ ചിലവാക്കാണ്ട് കൂടുതൽ ഇലച്ചെടികൾ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വളവും അതുപോലെ വെയിലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെടി വെക്കുന്ന മണ്ണിൻ്റെ പ്രത്യേകത. മണ്ണ് ഒരുപാട് പശമയുള്ള മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ കെട്ടി നിന്ന് ചെടിയുടെ വേരൊക്കെ കഴുകി ചെടി പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നല്ല ലൂസായിട്ടുള്ള മണ്ണാണെങ്കിൽ ചെടിക്ക് നല്ലൊരു കരുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ അമ്മ ചെടി വെക്കുന്ന മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മണൽ കലർന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം കെട്ടി നിൽക്കില്ല, നന്നായിട്ട് വെള്ളം ഊർന്നിറങ്ങി പോവും. പിന്നെ അത് മാത്രമല്ല തൈകളൊക്കെ നിറയെ പൊട്ടി മുളയ്ക്കാനൊക്കെ അത്യാവശ്യം ലൂസായിട്ടുള്ള മണ്ണാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അപ്പം അമ്മയുടെ ചെടികൾ അഗ്ലോണിമയൊക്കെ ആണെങ്കിൽ തന്നെ നന്നായിട്ട് തൈകൾ പൊട്ടി നല്ല പോലെ ബുഷായിട്ട് ഇരിക്കാനുള്ള മെയിൻ കാരണം മണ്ണ് നല്ല ലൂസായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മണ്ണിൻ്റെ കാര്യത്തിലും ഇത് ശ്രദ്ധിക്കുക. അപ്പം അഗ്ലോണിമ ഇതൊക്കെ വെക്കുന്ന സമയത്ത് മണ്ണിൽ കുറച്ച് നിങ്ങൾക്ക് തീരെ മണൽ കലരാത്ത മണ്ണാണ്, നല്ല പശമുള്ള മണ്ണാണെങ്കിൽ ഈ പെർലൈറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുള്ളതാട്ടോ. അപ്പം അത്തരത്തിലുള്ള മണ്ണിൽ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ പെട്ടെന്ന് തൈകൾ വരികയും ചെടി ബുഷാവുകയും ചെയ്യും. പിന്നെ അമ്മയുടെ ചെടിത്തോട്ടത്തിൽ പ്രത്യേകിച്ച് പൂച്ചെടികളിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് പെറ്റൂണിയ. അപ്പോൾ പെറ്റൂണിയ ഈ പറയുന്ന പോലെ തന്നെ അമ്മ എങ്ങനെ വെച്ചാലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അതുപോലെ നിറയെ പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു ചെടിയാട്ടോ പെറ്റൂണിയ, നാടൻ പെറ്റൂണിയ പ്രത്യേകിച്ച്. അപ്പോൾ നാടൻ പെറ്റൂണിയ എപ്പോഴും അമ്മ ഇങ്ങനെ വാലറ്റ് പോവാണ്ട് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പലരും പറയുന്ന ഒരു പ്രശ്നമാണ് പെറ്റൂണിയക്ക് തൈകൾ പിടിക്കുന്നില്ല, എത്ര വെച്ചിട്ടും തൈകൾ മുളച്ച് റെഡി ആവുന്നില്ല. ഈ ഒരു പ്രശ്നം എനിക്കും കൂടെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊക്കെ തൈകൾ അധികം പിടിച്ച് കിട്ടാത്തതെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു നല്ല വീഡിയോ അത് അമ്മ തന്നെ കാണിച്ചു തരണം, എങ്ങനെയാണ് അമ്മ തൈകൾ വെക്കുന്നത് പിടിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അമ്മ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അതുപോലെ പെറ്റൂണിയയിൽ വിത്തൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് വീട്ടിൽ പൂച്ചെടികൾ വാങ്ങുന്ന സമയത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഡെയ്സി ചെടി. ഡെയ്സിയും ഈ പറഞ്ഞ പോലെ നല്ല വെയിലുള്ള ഏരിയയിൽ വെക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നത് വെച്ചാൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഡെയ്സി ചെടി കേട്ടോ. പിന്നെ ഇതേ ജർബറ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ചെടി വയ്ക്കുക. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് മണ്ണിൽ ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് ചീഞ്ഞ് ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒന്നാണ് ജർബറ.
അതുകൊണ്ട് തന്നെ മണ്ണിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം നനച്ച് കൊടുക്കുക. അതുപോലെ നല്ല വെയിലുള്ള ഒരു ഭാഗത്തും കൂടെ വെക്കുക. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്തായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളൊക്കെ തരുന്ന കേട്ടോ പിന്നെ ജറബറ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ജറബറയും അമ്മയ്ക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. മണ്ണിൽ വെള്ളം കൂടി പോകുന്നതിൻ്റെ പേരിൽ ചീഞ്ഞു പോകുന്ന പ്രശ്നമായിരുന്നു അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അവസാനം അത് മനസ്സിലാക്കി നമുക്ക് പോവാണ്ട് കിട്ടിയിട്ടുള്ള ഒരു ജറബറ അത് മാത്രം കേട്ടോ. പിന്നെ ഇതേ ഗ്രൗണ്ട് ഓർക്കിഡും അമ്മയ്ക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ കൊടുക്കാട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കണേ. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. എല്ലാ ചെടികളെയും കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് പറയുമ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്തും അങ്ങ് കൂടിപ്പോകും. അപ്പോൾ അത് കാരണം ഞാൻ താൽക്കാലികമായിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പൂച്ചെടികളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.